21ാമത് പി കേശവദേവ അവാർഡ് ദാനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക്. സാമൂഹിക നീതിക്കായി നിലകൊണ്ട അദ്ദേഹം അനീതിക്കെതിരെ ഉറച്ച ശബ്ദമായി മാറി. ഒറ്റപ്പെട്ടവരും പിഴുതെറിഞ്ഞവരുമായ സാധാരണ മനുഷ്യരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അവരുടെ കഷ്ടപ്പാടുകളും സ്വപ്നങ്ങളും പ്രതിഫലിപ്പിച്ചാണ് കേശവദേവ് തന്റെ കഥകൾ രചിച്ചത്. സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ സമ്മാനിക്കുന്ന പി കേശവദേവ് സാഹിത്യ പുരസ്കാരം, 2 പി കേശവദേവ് ഗൈഡ് സ്ക്രീൻ കേരള പുരസ്കാരം. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. അതിനായി ഡോക്ടർ അരുൺ ശങ്കറിനെ ക്ഷണിക്കുന്നു. മാനേജിംഗ് ട്രസ്റ്റിയും ജ്യോതിദേവ് ഡയബറ്റീസ് റിസർച്ച് സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയ സുഹൃത്തുക്കളെ, 21ാമത് പി കേശവദേവ പുരസ്കാര സമ്മാന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയുന്നത് അച്ഛൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഒപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹകരണവും സ്നേഹവും അതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വർഷം ഒരു വർഷമുള്ളത് അമ്മയ്ക്ക് ഇപ്രാവശ്യം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അമ്മ ഇത് സുഖമില്ലാതിരിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അമ്മയ്ക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണും. ദിസ് ടൈം ഇറ്റ് ഇസ് വെരി സ്പെഷ്യൽ that we have a couple of dignitaries on the stage, and they are globally acclaimed personalities in their own unique way. എനിക്ക് വളരെ കുറച്ച് സമയമാണ് അനുവദിച്ചു തന്നിട്ടുള്ളത്. കാരണം നമുക്ക് ഈ ചടങ്ങ് പെട്ടെന്ന് പൂർത്തിയാക്കണം. അതിനുശേഷം ശശിയേട്ടനുമായിട്ടൊരു ഇന്ററാക്റ്റീവ് പ്രോഗ്രാമുണ്ട്, ചോദ്യങ്ങൾക്ക് മറുപടി. അദ്ദേഹത്തിന് ഇവിടെ നിന്നും എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഞാൻ അടൂർ ഗോപാലകൃഷ്ണ സാറിന്റെ രാത്രിയാണ്. അദ്ദേഹം ദീർഘയാത്ര കഴിഞ്ഞ് കുറച്ച് ക്ഷീണിതനായിട്ട് വീട്ടിൽ മടങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്, ഞാനും സുഗതയുമായിട്ട്. എന്നിട്ടും അദ്ദേഹം ഒരുപാട് സമയം ഞങ്ങൾ സംസാരിച്ചിരുന്നു. വാസ്തവത്തിൽ അഭിമാനമുള്ള ഒരു പേരാണത്. ഞങ്ങൾ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ചെറുപ്പമാണ്, ഞാൻ പ്രായമായിട്ടില്ല, അതാണ് എൻ്റെ ശക്തി എന്ന് അടൂർ ഗോപാലകൃഷ്ണ സാറ് സംസാരമധ്യേ പറഞ്ഞു. ഞാൻ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ പോലെ ഓരോ മലയാളിയുടെ അഭിമാനമാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ വാക്കും വാചകവും ശക്തമായ സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. അടൂർ ഗോപാലകൃഷ്ണ സാറിന് കൃത്യമായ ഞാൻ എൻ്റെ ഭാര്യ സുരിതയുടെ ഒരു വാചകം കണ്ടുകൊടുത്ത് പറയുന്നതാണ്. നമ്മൾ ശശി തരൂരിന്, നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശശി തരൂരിന് ഓടിച്ചു പിടിച്ചാണ് സത്യം പറഞ്ഞാൽ ഈ അവാർഡ് നൽകുന്നത്. കാരണം സാധാരണഗതിയിൽ ജൂൺ മാസമാണ് നമ്മൾ കേശവദേവ് പുരസ്കാരങ്ങൾ നൽകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ആ തീരുമാനം എടുത്തുവെങ്കിലും ശശിയേട്ടന് അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് പല രാജ്യങ്ങൾ സന്ദർശിക്കേണ്ടതായിട്ട് വന്നു. അത് നമുക്ക് വേണ്ടിയായിരുന്നു, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയായിരുന്നു, ചില വിശദീകരണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. നമുക്ക് ഏവർക്കും അഭിമാനമുള്ള ഒരാളാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം ഈ ഒരു ചടങ്ങിലൂടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഇനിയും സംസാരിക്കും. ഈ വർഷത്തെ കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവായ ശശി തരൂർ സാറിന് നിങ്ങളുടെ സ്വാഗതം.
അത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഈ സാഹിത്യം അത് അതിർത്തികളില്ലല്ലോ, നോ ജോഗ്രഫിക്കൽ or no language boundaries. So this time, both the awards are actually beyond India and beyond the world. The Keshavade Dance Screen Award is for successful and consistent efforts on education. And this education is public education. And this year's winner is also a globally acclaimed personality, who is none other than Dr. Benshi Sambu, the diabetologist, the physician. He is the president of International Diabetes Federation Southeast Asia, and he works in every nook and corner of the country. I always say that every district of India, and he travels to minimum 4 countries every month, and he is deeply involved in type 1 diabetes. Type 1 diabetes ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് അദ്ദേഹം. എനിക്കൊന്ന് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയും ഏകദേശം ഒരു more than 300 children directly and indirectly he is supporting via LFAC in Australia, RSSDA, diabetes supplies, and so many charity activities also he is doing. And he has come all the way from Ahmedabad along with his wife. A hearty welcome to Dr. Benshi. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. നമ്മുടെ മണിപ്പുഴ സാർ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ യേശു ട്രസ്റ്റിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ഇന്റർനെറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടികളിലൊക്കെ അദ്ദേഹത്തിന്റെ ചിത്രം കാണാം. സജീവ സാന്നിധ്യമാണ്. ഒരു പച്ചയായ മനുഷ്യനാണ് മണിപ്പുഴ സാറ്. എല്ലാം തുറന്ന് സംസാരിക്കുന്നതാണ്. എല്ലാ മലയാളികളും മാറോടണയ്ക്കുന്ന ഈ അനുഗ്രഹീത കലാകാരന് യേശു ട്രസ്റ്റിന്റെ and that is Dr. Benshi Sabu's wife, Anu Benshi. Thank you very much. ഇനി വേദിയിലിരിക്കുന്നത് യേശു ട്രസ്റ്റിന്റെ തന്നെ ഭാരവാഹികളാണ്. അതുകൊണ്ട് ഔപചാരികമായിട്ടുള്ള സ്വാഗതം ഞാൻ പറയാൻ പാടില്ല. ഒന്ന് ഡോക്ടർ ജോർജ് ഓണത്തൂർ, സ്വാഗതം. നമ്മൾ ഈ ട്രസ്റ്റ് രൂപീകരിച്ച നാൾ മുതൽ ഈ ട്രസ്റ്റ് പുരസ്കാരം കൊടുത്ത് വരുന്ന ആ വർഷം മുതൽ തന്നെ ഓണത്തൂർ സാറ് പുരസ്കാര കമ്മിറ്റിയിലുണ്ട്. പുരസ്കാര കമ്മിറ്റി ചെയർപേഴ്സണാണ് അദ്ദേഹം. എൻ്റെ അധ്യാപകനാണ് ഡിഗ്രിയില്. ഇനിയുള്ളത് നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര വിമർശകനായ വിജയകൃഷ്ണൻ ചേട്ടനാണ്. വിജയകൃഷ്ണൻ ചേട്ടൻ ഞങ്ങൾ നെയ്ബർ, എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന അദ്ദേഹവും ഈ കേശവ ട്രസ്റ്റിന്റെ ഭാരവാഹിയാണ്. സാഹിത്യ പുരസ്കാര കമ്മിറ്റി അംഗവുമാണ്. എനിക്ക് ഞങ്ങൾ തമ്മിലൊരു അടുപ്പം പക്ഷേ ഒരു 50 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഒന്നുകൂടി ഏവർക്കും സ്വാഗതം പറഞ്ഞു കൊടുക്കുന്നു. എൻജോയ് ദി പ്രോഗ്രാം. He serves as the chairman of the International Diabetes Federation Southeast Asia region, is a global council member of the European Association for the Study of Diabetes, and a former president of RSSBI, Research Society for the Study of Diabetes in India. In each of these roles, he has led innovative, transformative projects that have redefined diabetes education and care on a global scale. It is with immense pride and admiration that we present the 21st P. Keshavade Light Screen Kerala Award 2025 to Dr. Benshi Sabu. I invite Sri Adil Gopalakrishnan sir to kindly present the award to Dr. Benshi Sabu.
വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.